ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് വന്നു പോകുവാനായിട്ടിടയായി. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി കടന്നു വന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ഇങ്ങനെ ഒരു അവസരം വലുവനായ ദൈവം എനിക്കും നൽകി. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയോടും വൈകിട്ട് നേരത്തുള്ള വചന ഘോഷണത്തോടുള്ള ബന്ധത്തിൽ എന്നെയും ക്ഷണിക്കുവാനായിട്ട് സഭയായി ഇടയായി. അത് നന്ദിയോടെ ഓർക്കുന്നു. പ്രിയ കർത്തൃദാസനോടുള്ള നന്ദിയും ഈ സമയം അറിയിക്കുന്നു. സഭയോടുള്ള നന്ദിയെ അറിയിക്കുന്നു. നാം ദൈവസന്നിധിയിലായിരിക്കുന്ന സമയം വാസ്തവമായി ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. മാത്രവുമല്ല, ഈ ശബ്ദപരിധിയിൽ നമ്മളെ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങളെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഒക്ടോബർ 2, നമുക്കറിയാം ഇതിന്റെ പ്രത്യേകത എന്താണ്. ഗാന്ധി ജയന്തിയാണ് അല്ലേ? ഈ നാളുകളിൽ നാം പരസ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട് സ്വച്ഛ് ഭാരത്, അതായത് ഭാരതത്തെ വൃത്തിയാക്കുന്ന പ്രക്രിയയാണ് സ്വച്ഛ് ഭാരത് എന്ന് പറയുന്നത്. ആ സ്വച്ഛ് ഭാരതിന്റെ ഒരു ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ലോഗോയിൽ 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒരു വട്ടക്കണ്ണാട, വട്ട നിറത്തിലുള്ള ഇതിലുള്ള കണ്ണട കാണുവാനായിട്ട് കഴിയും. മറ്റൊന്ന് ചൂല്. അതാണ് സ്വച്ഛ് ഭാരതിന്റെ ലോഗോ. ഈ കണ്ണട സൂചിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിയെയാണ്. താനാണ് ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഷ്ടപ്പെടുകയും തൻ്റെ ജീവൻ വരെ അതിനുവേണ്ടി ഒഴിഞ്ഞുവെക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ താൻ വളരെ ശാന്തനായി സമാധാന മാർഗത്തിൽ അഹിംസാവാദത്തോട് ഉള്ള ബന്ധത്തിലാണ് താൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ അടുത്ത ചിത്രം എന്ന് പറയുന്നത് ചൂല്. ചൂല് നമുക്കറിയാം വൃത്തിയാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതാണ് നമ്മുടെ ലോഗോ ആയിട്ട് എടുത്തിരിക്കുന്നത്. അനീതിയും അക്രമവും ഒക്കെ അടിച്ചുവാരി കളയുന്ന ഒരു ചൂലായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും. മഹാത്മാഗാന്ധിയുടെ കണ്ണട കാണിക്കുന്നത്, കണ്ണട വെച്ചാലാണ് നമുക്ക് കുറെ കൂടെ വൃത്തിയായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ കാലഘട്ടത്തിൽ അനേകർക്ക് കണ്ണുകൾ കാണുവാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കണ്ണ് തുറന്നിരിക്കുന്നുണ്ടെങ്കിലും കാണുവാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ചുറ്റുപാടുകളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥകളുണ്ട്. കണ്ണുകൾ തുറന്നാണ് ഇരിക്കുന്നത്, എന്നാലും നാം പലതും കാണുന്നില്ല. കാണണ്ടാത്തത് അനേകം കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന ഒരു കവി താന് ഒരു കവിത എഴുതിയിട്ടുണ്ട്, കണ്ണട എന്ന പേരിൽ. നിങ്ങൾ കേട്ട് കാണും മിക്കവാറും. എല്ലാവർക്കും തിമിരം, നാം എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായൊരു കവിതയുടെ വരികളാണ് ഞാൻ വായിച്ചത്. എല്ലാവർക്കും തിമിരം. നമുക്ക് തിമിരമുണ്ടോ? ഇല്ല. നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാം, എനിക്ക് നിങ്ങളെ കാണാം. കാഴ്ചയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല. എന്നാൽ വാസ്തവത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ കാണേണ്ട പല കാര്യങ്ങളും കാണുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ കണ്ണുകൾ തിമിരം ബാധിച്ചിരിക്കുകയാണ്. അദ്ദേഹം അതിലെഴുതിയ അത് വലിയൊരു കവിതയാണ്. അതിലെ വേറെ 2 വരിയും കൂടെ ഒന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മധ്യത്തിൽ, അഥവാ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ താൻ കവിതയിലൂടെ അറിയിക്കുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയും. പിഞ്ചു മടിക്കുത്തൻ 50 പേർ ചേർന്ന് 20 വെള്ളിക്കാശ് കൊടുത്തിട്ടു ഉഴുതുമറിക്കും. കാഴ്ചകൾ കാണാം, തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചു കരങ്ങളും കാണാം.
അത് നിർത്തി പറയുമ്പോൾ മനസ്സിലാവും. പിഞ്ച് മടിക്കുത്ത് 50 പേർ ചേർന്ന് അഴിക്കുകയാണ്. അത് 20 വെള്ളിക്കാശിന് വിറ്റ് കളയുന്ന കാഴ്ച നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അനേക കാര്യങ്ങൾ ഈ രീതിയിലുള്ളത് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ TV മാധ്യമങ്ങളുടെയും വാർത്താ മാധ്യമങ്ങളുടെയും ഒക്കെ നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ അപകടകരമായ ശോചനീയമായ അവസ്ഥയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതൊക്കെ കാണുവാൻ നമുക്ക് കണ്ണട വേണം. കണ്ണടയിൽ ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ കണ്ണുകൾ ഉണ്ടായിട്ട് പോലും നമുക്ക് ശരിയായ രീതിയിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. നാം പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് മറ്റുള്ളവരുടെ അവിടെയല്ലേ, എന്റെ വീട്ടിലല്ലല്ലോ, എന്റെ മക്കളിലല്ല, എന്നോട് ഇതിനോട് യാതൊരു ബന്ധവുമില്ലല്ലോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് നാളെ നമ്മുടെയും ഭവനങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ മക്കളും വളരെ അപകടകരമായ തലമുറയിലാണ് ജീവിക്കുന്നത്. ആയതിനാൽ നാം ഈ കാഴ്ചകൾ കാണുവാൻ, ഈ കാഴ്ചകൾ മനസ്സിലാക്കുവാൻ നമുക്ക് കണ്ണടകൾ വേണം, അല്ലെങ്കിൽ കണ്ണ് തുറന്നിരിക്കുവാൻ ഇടയായിത്തീരണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം എന്ന് അദ്ദേഹം പാടുകയാണ്. ഇന്ന് എത്ര പേർക്ക് കണ്ണു തുറന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്? കാണുന്ന കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്? നാം അത് വരും ദിവസങ്ങളിൽ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. ഈ തലമുറ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് നാം പലപ്പോഴും ചിന്തിക്കുകയും അത് ഓർത്ത് പരിതപിക്കുകയും ചെയ്യുന്നവരാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ട നമ്മളെല്ലാവരും TV തുറന്നാൽ കാണുന്ന ഒരു പരസ്യമാണ്, ഒരു സോപ്പ് പൊടിയുടെ പരസ്യമാണ്. ആ സോപ്പ് പൊടിയുടെ പരസ്യത്തിൽ പറയുന്നത് എന്താണ്? കറ നല്ലതാണ്, കറ നല്ലതാണ്. നമ്മൾ ആരും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ആരും നമ്മളോട് അത് പറഞ്ഞിട്ടില്ല. പുറത്തു പോയാലും മോനെ അഴുക്കാക്കരുത്, നിന്റെ വസ്ത്രം അഴുക്കുണ്ടാകുവാൻ പാടുള്ളതല്ല, നീ വീഴരുത്, ചെളിയിൽ കളിക്കരുത്, അഴുക്കുണ്ടാവുന്ന ഒന്നും ചെയ്യരുത് എന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പരസ്യത്തിൽ പറയുകയാണ്, നീ കറയിൽ പോയി വീഴണം. ഒരു ഫുട്ബോൾ കളിക്കുന്ന കോച്ച് പറയുകയാണ്, നീ പോയി കളിച്ചിട്ട് ചളിയിൽ വീണുക, ഇത് കഴുകുവാനുള്ള സോപ്പ് നമ്മുടെ കയ്യിലുണ്ട്. പ്രിയമുള്ളവരെ, അത് ഒരു തെറ്റായ പരസ്യമാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കറ നല്ലതല്ല, കറയാകാതിരിക്കുവാനായിട്ട് ഇടയാകണം. ഇനി അഥവാ കറയായാൽ അതിനുള്ള സോപ്പ് നമ്മുടെ കയ്യിലുണ്ട് എന്നാ പറയേണ്ടത്. പക്ഷേ കറ നല്ലതാണ്. അപ്പോൾ കുട്ടികളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികളുടെ ഉള്ളിൽ മോശമായ ചിന്ത വർദ്ധിക്കുകയാണ്. തെറ്റുണ്ടായാലും കുഴപ്പമില്ല, അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചോളാം. അങ്ങനെയല്ല, തെറ്റിൽ നിന്നും മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരണം. തെറ്റായ സന്ദേശം നൽകുന്ന ആ പരസ്യം. അതുപോലെ തന്നെ അനേക പരസ്യങ്ങൾ ഈ നാളുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ഫ്രിഡ്ജിന്റെ പരസ്യം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ആ ഫ്രിഡ്ജിന്റെ പരസ്യത്തിൽ ഒരു അമ്മ കുഞ്ഞിനോട് പറയുകയാണ്, ആ ഫ്രിഡ്ജ് ഇന്റലിജന്റ് ആണ്. ആരേക്കാൾ? നിന്റെ അച്ഛനേക്കാൾ, ഡാഡിയേക്കാൾ ഇന്റലിജന്റ് ആണ് ഈ ഫ്രിഡ്ജ് എന്ന് ഒരു പരസ്യം നിങ്ങൾ കണ്ടു കാണും മിക്കവാറും. നിന്റെ പിതാവിനേക്കാൾ ഇന്റലിജന്റ് ആണ് ഈ ഫ്രിഡ്ജ്. അത് ശരിക്കും കറക്റ്റ് സമയത്തിന് വർക്ക് ചെയ്യും, അതിന് യാതൊരു പ്രശ്നവുമില്ല. നിന്റെ പിതാവ് അങ്ങനെയല്ല എന്നുള്ള ഒരു തെറ്റായ, ഇതിലൊക്കെ അവർ വേറെ അർത്ഥങ്ങൾ കാണുന്നുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ഞാൻ പറയാൻ വന്നത്, ഈ നാളുകളിൽ നാം കാണുന്ന പരസ്യങ്ങളാണെങ്കിലും നാം കാണുന്ന TV പ്രോഗ്രാമുകളാണെങ്കിലും ഈ തലമുറയെ മുൻപോട്ട് നല്ല രീതിയിൽ നയിക്കുവാനല്ല, പലപ്പോഴും പുറകോട്ടടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റൊരു പരസ്യം, ഞാൻ എന്തിനാ ഈ പരസ്യങ്ങളൊക്കെ പറയുന്നു ചോദിച്ചാൽ, നാം കാണുന്നത് കൊണ്ടാണ് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞു പറയുകയാണ്, എന്റെ ഫേവറേറ്റ് ട്രീറ്റ് എവിടെ? കേട്ടിട്ടുണ്ടോ ആ പരസ്യം? എന്റെ ഫേവറേറ്റ് ട്രീറ്റ് എവിടെ? എനിക്കത് ഇപ്പൊ വേണം. ആ കുട്ടിയോട്
ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുവാനായിട്ട് പറയുന്ന ഒരു സീനാണ്. ചിക്കിങ് എന്ന് പറയുന്ന ഒരു ഭക്ഷണത്തിന്റെ ഒരു പരസ്യമാണ്. എന്റെ ഫേവറേറ്റ് ട്രീറ്റ് എവിടെ? എനിക്കതിപ്പോ വേണം, എന്നാലേ ഞാൻ ഈ കേക്ക് മുറിക്കുകയുള്ളൂ. എന്തോ ഒരു ശോചനീയമായ അവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറ എന്താണ് കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് നാം അവരെ പഠിപ്പിക്കുന്നത്? പണ്ടൊക്കെ നമ്മളോട് നമ്മൾ വീട്ടിലൊക്കെ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ നമ്മൾ അമ്മയോട് ചോദിക്കും, ഇന്നും കഞ്ഞിയാണോ? നമ്മൾ ചോദിക്കുന്നതാണ് സാധാരണ. അല്ലെങ്കിൽ ഇന്നും കപ്പയാണോ? വേണേ തിന്നച്ച് പോ, അല്ലേ? നമ്മളോട് അങ്ങനെയാ പറയാ. ഈ കുട്ടി പറയുന്നത് എന്താണ്? എന്റെ ഫേവറേറ്റ് ട്രീറ്റ് കിട്ടിയാലേ ഇനി ഞാൻ മുമ്പോട്ട് കാല് വെക്കുകയുള്ളൂ. എത്രയോ തെറ്റായ രീതിയിലുള്ള സമീപനമാണ് സമൂഹം കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദോഷം ഇന്ന് എവിടെയും അടിഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയും. അത് മാലിന്യ കൂമ്പാരങ്ങളായിട്ട് നമ്മുടെ തലമുറയിൽ കാണുവാനായിട്ട് കഴിയുന്നു. നമുക്കറിയാം, സ്വച്ഛ് ഭാരതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഈ വഴിയിലൊക്കെ ഈ വാരം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ സേവന വാരമായിട്ട് ആഘോഷിക്കുന്ന ഒരു വാരമാണ്. സ്കൂളിൽ അവരുടെ സ്കൂൾ മുറികൾ അടിച്ചുവാരി ക്ലീൻ ആക്കുന്നു, പരിസരങ്ങൾ പുല്ലൊക്കെ ചെത്തി കച്ചറയൊക്കെ എടുത്ത് കളഞ്ഞ് ഒരു വൃത്തിയാക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് പോലും സേവനഭാരം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിന് ആളെ വെച്ചിരിക്കുകയാണ്, അവരത് ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് ഇതിലൊക്കെ ഈ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മെ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഞാനായിരിക്കുന്ന പരിസരം വൃത്തിയായിരിക്കണം എന്നുള്ള ആ ഒരു ബോധം എനിക്ക് ഉണ്ടാകുവാനായിട്ടിടയായിത്തീരും. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മെ അതൊക്കെ പഠിപ്പിക്കുവാനായിട്ടിടയായിത്തീരും. എന്നാൽ ഇന്ന് അതിന്റെ ആവശ്യമില്ല. കുഞ്ഞുങ്ങളോട് തെറ്റാണ് എന്ന് പറയുവാൻ പാടില്ല. മാത്രവുമല്ല, മാതാപിതാക്കൾ പോലും കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തരുത് എന്നാണ് നമ്മുടെ സർക്കാരുകൾ പറയുന്നത്. കുട്ടികളെ അടിക്കരുത്. ബാലാവകാശ കമ്മീഷൻ അതിന്റെ മേൽ കേസെടുക്കും. സ്കൂളിൽ നിന്ന് അധ്യാപകർ കുഞ്ഞുങ്ങളെ ചൂരൽ വെച്ചടിക്കരുത്. എന്ന് സ്കൂളിൽ നിന്നും ചൂരൽ മാറ്റപ്പെട്ടുവോ അന്ന് തുടങ്ങി കുട്ടികളുടെ ജീവിതത്തിലെ വലിയ മാറ്റം. നമുക്കറിയാം, പണ്ടൊക്കെ നമുക്ക് അധ്യാപകരെ പേടിയായിരുന്നു. ഒരു അധ്യാപകൻ കണക്കുമാഷ് വരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ക്ലാസ്സിൽ മിണ്ടാതെ ഓടിക്കയറി മിണ്ടാതെ ഇരിക്കും. ഇന്ന് കുട്ടികൾ വരുന്നു എന്ന് പറഞ്ഞാൽ കണക്ക് മാഷും ഇംഗ്ലീഷ് മാഷും എല്ലാ മാഷും ഓടി റൂമിൽ ഒളിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തിനേറെ, ഹെഡ് മാസ്റ്റർക്ക് പോലും അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന് പോലും അദ്ദേഹത്തിന്റെ മുറിയിൽ സ്വസ്ഥമായിട്ടിരിക്കുവാനായിട്ട് കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം നാം അത് കണ്ടു ടിവിയിൽ. ഒരു പയ്യൻ 10-14 വയസ്സുള്ള പയ്യനാണ് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ കയറിയിട്ട് ഭീഷണിപ്പെടുത്തുന്നത്. കൊന്നുകളയുമെന്ന് വരെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തിലെ മാലിന്യങ്ങൾ കൂമ്പാരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അടിച്ചുവാരി കളയുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. സദൃശവാക്യങ്ങളിൽ ഒരു വാക്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സദൃശവാക്യം 20-30 വാക്യം ഒന്ന് വായിക്കാം. സദൃശവാക്യങ്ങൾ 20-30 വാക്യം. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചുവാരി കളയുന്നു. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചുവാരി കളയുന്നു. ഒരു സ്വച്ഛ് ഭാരതം വേണമെങ്കിൽ, ഒരു സ്വച്ഛ് കേരളം വേണമെങ്കിൽ, ഒരു സ്വച്ഛ് മംഗലം അല്ലെങ്കിൽ ഉപ്പുമണ്ണ് വേണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തുവാനായിട്ട് ഇടയായിത്തീരണം. ബാലാവകാശ കമ്മീഷൻ ഇത് കേട്ടാൽ എന്നെ പിടിച്ച് അകത്തിടും. എന്നാലും ഞാൻ പറയുക, കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം. ശിക്ഷിച്ചു വളർത്തുന്ന സമയത്ത് നാം അവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, അവിടെ അതിന്റെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എനിക്ക് കുറെ കൂടി ഇഷ്ടപ്പെട്ടു. The blueness of wound cleanseth away evil. ഒരു അടി അടിക്കുമ്പോൾ നമുക്കറിയാം, ചൂരൽ കൊണ്ട് അടിച്ചാൽ അത് നീല നിറത്തിലായിരിക്കും അത് പിന്നീട് കാണുക. അടിയുടെ പാട് നീല നിറത്തിലായിരിക്കും കാണുക. അവിടെ നാം വായിക്കുന്നത് the blueness of a wound cleanseth away evil. തിന്മയെ
വൃത്തിയാക്കുന്നതാണ് ഈ നീല നിറത്തിൽ കടുക്കുന്ന അടിയുടെ പാട് എന്നുള്ളതാണ്. മാത്രവുമല്ല, so do stripes the inward parts of the belly. ശരീരത്തിന്റെ ഉള്ളിലെ കാര്യങ്ങൾ പോലും അത് ഈ അടി കൊണ്ട് മാറ്റി എടുക്കുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലും പുറത്തും ഒരുപോലെ ക്ലീൻ ആക്കുവാൻ ശിക്ഷ നമുക്ക് ആവശ്യമാണ് എന്ന് കാണുന്നു. ഒരു വാക്യം കൂടെ സദൃശവാക്യം ഒന്ന് വായിച്ച് ഞാൻ എന്റെ സന്ദേശത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. സദൃശവാക്യം 13:24 വാക്യം ഒന്ന് വായിക്കാം. സദൃശവാക്യങ്ങൾ 13:24. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അഥവാ ഇഷ്ടപ്പെടുന്നില്ല, ദ്വേഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ശിക്ഷിച്ചു വളർത്തി, അതിന്റെ ഗുണമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. നമ്മുടെ കുട്ടികളെ നാം ശിക്ഷിക്കുവാനായിട്ട് പാടുള്ളതല്ല എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് രീതിയിലുള്ള ഒരു തലമുറയാണ് നാം വളർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മുടെ തലമുറ നാശമായി തീരുവാൻ ഇടയായി തീരുകയില്ല ശിക്ഷിച്ചു വളർത്തിയാൽ. വേണ്ട സമയത്ത് വേണ്ട പോലെ നമ്മൾ ശിക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞാൽ വാസ്തവത്തിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്കിടയായിത്തീരും. അതിനായി വരും ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന പുറത്തുള്ളവരും അകത്തുള്ളവരും ആയിട്ടുള്ളവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ അടിച്ചുവാരി കളയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. അതിന് ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകുവാൻ പാടുള്ളതല്ല. ഞാൻ ഇന്ന് മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആമുഖമായി ഞാൻ ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രാരംഭമായി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. നാം നേരത്തെ ചിന്തിച്ചതുപോലെ നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ ഒരുപാട് പേർ അനേക കെട്ടുപാടുകളിൽ കിടക്കുകയാണ്. കെട്ടുകളിൽ മുറുകി കിടക്കുന്നവരായിട്ട് കാണുവാനായിട്ട് കഴിയും. അനേകർ സ്വതന്ത്രരല്ല, പലതിനും അടിമകളായിരിക്കുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയും. നാമൊക്കെ അതിനെക്കുറിച്ച് പല പ്രാവശ്യം അനേക കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ ഇതിനുള്ള ദുഷ്പ്രവണതകൾക്കും അടിമകളായി അനേക കോടികൾ ജനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം നാം അറിഞ്ഞാൽ നാം സ്വതന്ത്രരായി തീരുവാനായിട്ടിടയായിത്തീരും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞു. സത്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞ് മുൻപോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. സത്യത്തെക്കുറിച്ച് ടോൾസ്റ്റോയ് പറഞ്ഞ ഒരു കഥ ആദ്യം പറയാം. ടോൾസ്റ്റോയ് പറഞ്ഞ കഥ നിങ്ങൾ മിക്കവാറും കേട്ട് കാണുവാനുള്ള സാധ്യതയുണ്ട്. പല സന്ദേശങ്ങളിലും പലരും പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥയാണ്. സത്യവും അസത്യവും തമ്മിൽ ഒരുമിച്ച് പോവുകയാണ്. അവര് പോകുന്ന സമയത്ത് അവർ പറഞ്ഞു, നമുക്കൊന്ന് കുളിക്കാനായിട്ട് കുളക്കടവിലേക്ക് പോകാം. ഇതൊരു സാങ്കല്പിക കഥയാണ്. ടോൾസ്റ്റോയ് എന്ന് പറയുന്ന തത്വചിന്തകൻ പറഞ്ഞ ഒരു കഥയാണ്. ഒരു കാര്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു കഥയാണ്. സത്യവും അസത്യവും തമ്മിൽ കുളിക്കുവാനായിട്ട് ഒരു കുളക്കടവിലേക്ക് പോയി. അവിടെ ചെന്ന് അവർ ഒരു പന്തയം വെക്കാമെന്ന് തീരുമാനിച്ചു. പന്തയം എന്താണെന്ന് ചോദിച്ചാൽ, വെള്ളത്തിന്റെ അടിയിൽ കൂടുതൽ സമയം ആർക്കിരിക്കുവാനായിട്ട് കഴിയുമെന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. അപ്പോൾ ഇത് അസത്യമാണ് സത്യത്തിനോട് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താം. അപ്പോൾ സത്യം പറഞ്ഞു, ശരി, നല്ല കാര്യം, ഞാൻ ആദ്യം വെള്ളത്തിൽ ഇറങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം തന്റെ വസ്ത്രമൊക്കെ ഊരിവെച്ച് ഈ വെള്ളത്തിൽ ഇറങ്ങി എന്നാണ് ടോൾസ്റ്റോയ് പറയുന്നത്. വെള്ളത്തിൽ മുങ്ങിയിരുന്നു. അസത്യം എണ്ണുവാനായിട്ട് തുടങ്ങി. 1, 2, 3 അങ്ങനെ പറഞ്ഞ് എണ്ണുവാനായിട്ട് തുടങ്ങി.
അപ്പോൾ സത്യം വളരെ ആത്മാർത്ഥമായിട്ട് വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുകയാണ്. കൂടുതൽ നേരം കിടന്ന് വിജയിക്കണം എന്നുള്ളതാണ് തന്റെ ആഗ്രഹം. ഈ സമയത്ത് അസത്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ സത്യത്തിന്റെ വസ്ത്രമൊക്കെ എടുത്ത് അസത്യം അങ്ങ് അവിടുന്ന് നടന്നുപോയി. കുറെ നേരം കഴിഞ്ഞു, സത്യത്തിന് ശ്വാസം കിട്ടാതെയായി. സത്യം മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ അസത്യത്തെയും കാണുന്നില്ല, തന്റെ ഉടുവസ്ത്രത്തെയും ഉടുതുണിയെയും കാണുന്നില്ല. ടോൾസ്റ്റോയ് പറയുന്നത്, അന്നു മുതൽ സത്യം വിവസ്ത്രനാണ്, നഗ്നനാണ്. അതുകൊണ്ടാണ് നഗ്ന സത്യം എന്ന് പറയുന്നതെന്നാണ് ടോൾസ്റ്റോയ് പറയുന്നത്. വളരെ വ്യക്തമായി ഒരു സന്ദേശം അതിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സത്യം ആരും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. സത്യത്തെ കാണുമ്പോൾ മുഖം മറയ്ക്കുകയാണ്. സത്യത്തിന്റെ മുഖം വികൃതമാണ് എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. സത്യത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ വിവസ്ത്രനാണ്. അവന് ശരിയായ സൗന്ദര്യമില്ലാതെ വണ്ണം അവൻ മാറുവാനായിട്ട് ഇടയായിത്തീരുന്നു. എന്നാൽ ആ സത്യത്തിന്റെ വസ്ത്രം അസത്യം ഉടുത്തുകൊണ്ട് ഇന്ന് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അസത്യത്തെ കാണുന്നവർക്കൊക്കെ വിശ്വാസ്യമാണ്. കാരണം സത്യത്തിന്റെ വസ്ത്രമാണ് അവൻ ധരിക്കുന്നത്. പ്രിയമുള്ളവരെ, എത്രയോ വാസ്തവമാണ്. സത്യം ഇന്ന് കണ്ടുകിട്ടുവാൻ കഴിയാത്തവണ്ണം അസത്യം സത്യത്തിന്റെ പോലെ വളരെ നിഷ്കളങ്കനായി ജീവിക്കുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയും. മറ്റൊരു വ്യക്തി ഒരു ചൊല്ല് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: സത്യം പുറത്തിറങ്ങുവാൻ ചെരുപ്പ് ഇടുന്നതിന് മുൻപ് അസത്യം ലോകം മുഴുവൻ ചുറ്റി വന്നു കാണും. മനസ്സിലായോ? സത്യം പുറത്തിറങ്ങുവാൻ ചെരുപ്പിടുന്ന ഷൂ ഇടുന്നതിന് മുൻപ് അസത്യം, കള്ളം ലോകം മുഴുവൻ ചുറ്റി വന്നു കാണും. വാസ്തവമല്ലേ? സത്യം പരക്കുന്നത് വളരെ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. എന്നാൽ അസത്യം, കള്ളത്തരം എത്ര വേഗത്തിലാണ് കാട്ടുതീ പോലെ പടരുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മെക്കുറിച്ച് തന്നെ ചില ആളുകൾ അസത്യം, കള്ളസത്യം പറയുമ്പോൾ അത് എത്ര വേഗത്തിലാണ് പടർന്നു പിടിക്കുന്നത്. എന്നാൽ നാം കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി സത്യം എല്ലാ കവലകളിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം കഴിയാവുന്ന രീതിയിലൊക്കെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് വിശ്വസിക്കുവാനോ കാണുവാനോ ആളുകളില്ല. അത് പുറത്തിറങ്ങുവാൻ പോലും ഇടയാകുന്നില്ല. കള്ളം ലോകം മുഴുവൻ ചുറ്റി വരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ കോടതികളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ആള് നമ്മുടെ വസ്തു കയ്യേറി എന്ന് വിചാരിക്കുക. വസ്തുവിലേക്ക് കുറെ ഭാഗം കയ്യേറി അയാള് വേലി കെട്ടിയാൽ, നമ്മൾ അതിനെ ഒരു കേസ് ഫയൽ ചെയ്താൽ കോടതി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ കയ്യേറിയ ആളോട് അവിടുന്ന് മാറിപ്പോകാനല്ല പറയുന്നത്. അതിനു പകരം കോടതി പറയുകയാണ്, ഈ ഉടമസ്ഥൻ അത് അവന്റെ സ്ഥലമാണെന്ന് തെളിയിക്കണം. എന്റെ വസ്തു വേറൊരുത്തൻ കയ്യേറി, ഞാൻ ആ വസ്തുവിൽ നിന്ന് ഇവനെ ഇറക്കി വിടണമെന്ന് അപേക്ഷിച്ച് കോടതിയെ സമീപിക്കുമ്പോൾ കോടതി പറയുന്നത് അവനോട് ഇറങ്ങിപ്പോവാനല്ല, മറിച്ച് എന്റെ വസ്തുവാണെന്ന് ഞാൻ തെളിയിക്കണം. ഇതാ നാട്ടിലെ കോടതി, ലോക കോടതി അതാണ്. പ്രിയമുള്ളവരെ, സത്യത്തിന് യാതൊരു വിലയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്ന തലമുറ എന്ന് പറയുന്നത് സത്യം ലവലേശമില്ലാത്ത അവസ്ഥയായി തീരുകയാണ്. സത്യത്തിന്റെ ഉത്തരവാദിത്തമാണ് അത് സത്യമാണെന്ന് തെളിയിക്കുക എന്നുള്ളത്. എത്രയോ ദുഃഖകരമായ ഒരു കാര്യം. ഈ സത്യത്തെക്കുറിച്ച് നാം ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ഞാൻ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ സത്യം വിൽക്കുകയാണോ വാങ്ങുകയാണോ വേണ്ടത്? ഈ സത്യം വിൽക്കുകയാണോ വാങ്ങുകയാണോ വേണ്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. സത്യം എന്ത് ചെയ്യണം? വിൽക്കണമോ വാങ്ങണമോ? ഞാൻ കുഴപ്പിക്കുന്നില്ല, കാര്യം പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഒരു വാക്യം അതിനോട് ബന്ധപ്പെട്ട് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 23:23. സദൃശ്യവാക്യങ്ങൾ 23:23.
അവിടെ സദൃശ്യവാക്യക്കാരൻ ശലോമോൻ പറയുകയാണ്, നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്, ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്, ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. എന്തുകൊണ്ടാണ് സത്യം വിൽക്കരുത് എന്ന് പറയുവാനായിട്ട് കാര്യം? നമുക്ക് വേഗത്തിൽ അതിലെ ഈ സത്യം എന്നാൽ എന്താണ് എന്നുള്ളത് ഒരു 3-4 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. നമുക്ക് അത് വായിക്കാം. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. യിരെമ്യാവ് 10:10. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. വാക്യം മുഴുവൻ വായിക്കണമെന്നില്ല. യിരെമ്യാവ് 10:10 യഹോവയോ സത്യദൈവം. അപ്പോൾ സത്യം എന്ന് പറയുന്നത് ദൈവം സത്യമാണ്. അത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം സത്യമാണ്. ഇനി 2-ാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, യേശു സത്യമാണ് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമാണല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ് സത്യം എന്ന് കർത്താവായ യേശു ക്രിസ്തു അവിടെ ഉച്ചസ്ഥിരം പറയുന്നതായിട്ട് കാണുന്നു. അപ്പൊ നാം ആദ്യം ചിന്തിച്ചു ദൈവം സത്യമാണ്. ഇവിടെ നാം കണ്ടു യേശു ക്രിസ്തു സത്യമാണ്. 3-ാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം തന്നെ 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 16:13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ ന്യായമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. സത്യത്തിന്റെ ആത്മാവ്, ദൈവം സത്യമാണ്, യേശുക്രിസ്തു സത്യമാണ്. ഇവിടെ നാം വായിച്ചത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് സത്യമാണ്. അപ്പോൾ ത്രിയേക ദൈവം സത്യമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം എന്താണ് ചിന്തിക്കുന്നത്? സത്യം വിൽക്കുകയല്ല വാങ്ങുക എത്ര വേണ്ടത് എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് നാം തേടിക്കൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ വചനം സത്യമാകുന്നു. ദൈവം സത്യമാണ്, യേശുക്രിസ്തു സത്യമാണ്, ദൈവത്തിന്റെ ആത്മാവ് സത്യമാണ്, ഇവിടെ ദൈവവചനം സത്യമാണ്. അപ്പോൾ സത്യം നമുക്ക് വിൽക്കുവാനായിട്ട് ഇടയായി തീരരുത്, സത്യം വാങ്ങുവാൻ ഇടയായി തീരണം. സദൃശ്യവാക്യക്കാരൻ അതാണ് പറഞ്ഞത്. സത്യം വിറ്റാൽ എന്തൊക്കെ കിട്ടും? സത്യം വിറ്റാൽ നമുക്ക് എന്തെല്ലാം കിട്ടും? ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും കിട്ടുന്നതൊക്കെ സത്യം വിറ്റ് കിട്ടുന്ന കാശ, അല്ലെങ്കിൽ സമ്പാദ്യമാണ്, അല്ലേ? കച്ചവടം നടത്തുന്നവർ, കച്ചവടം എന്ന വാക്കിന്റെ തന്നെ എന്താ അർത്ഥമാണ്? കച്ചവടക്കാർക്കെതിരല്ലോ, ദൈവം ഇതങ്ങനെ ചിന്തിക്കരുത്, എല്ലാ കച്ചവടക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. കച്ചകെട്ടി കപടം കാണിക്കുക എന്ന ഒരു അതിനെ കുറിച്ച് ഒന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. കച്ചകെട്ടി കപടം കാണിക്കുക. കച്ചവടം നന്നായി ചെയ്യുന്നവരുണ്ട്, എന്നാൽ സത്യം വിറ്റ് അനേകർ ചെയ്യുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു കഥ ഇങ്ങനെ കാണുവാനായിട്ടിടയായിത്തീരുന്നു. അതിൽ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ആ ബേക്കറിക്കാരൻ ഒരു ബേക്കറിക്കാരനാണ്. അദ്ദേഹം എല്ലാ ദിവസവും ഒരു പശു വളർത്തുന്ന ഒരു വ്യക്തിയോട് അടുത്ത് ചെന്ന് അവിടെ നിന്നും ഈ ചീസ് വാങ്ങിക്കാറുണ്ട്, അതുപോലെ ഈ വെണ്ണയും ഒക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കഷ്ണം ചീസ് എല്ലാ ദിവസവും അവിടെ നിന്ന് വാങ്ങിക്കും. അത് 1 കിലോ എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറെ നാളുകളായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഈ ബേക്കറി ബ്രെഡ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോ അദ്ദേഹം അത് വാങ്ങിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം, ഇതിന് 1 കിലോ തൂക്കമുണ്ടോ? അദ്ദേഹം ഒരു ദിവസം ചെന്ന് അത് തന്റെ തുലാസിൽ വെച്ച് നോക്കിയപ്പോൾ 1 കിലോ ഇല്ല, അതിന് കുറച്ച് കുറവുള്ളതായിട്ട് കണ്ടു.
ഉടനെ അദ്ദേഹത്തിന് വലിയ ദേഷ്യമായി. അദ്ദേഹം ഉടനെ ഇതുമായിട്ട് ചെന്നു. അദ്ദേഹത്തെ പിടിച്ച് കേസ് കൊടുത്തു. കേസ് ജഡ്ജിയുടെ മുമ്പിൽ വന്നു. ജഡ്ജിയുടെ മുമ്പിൽ വന്നപ്പോൾ ഈ ക്ഷീര കർഷകനെ കോടതിയിൽ നിന്ന് വിളിപ്പിച്ചു. ജഡ്ജി ചോദിച്ചു, നീ എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും 1 കിലോ ചീസിനുള്ള പണം നീ എല്ലാ ദിവസവും വാങ്ങിച്ചിട്ട് അതിൽ കുറവാണല്ലോ നീ കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞു. ആ പാവം ക്ഷീര കർഷകൻ തലകുനിച്ച് നിൽക്കുകയാണ്. നിനക്ക് മറുപടി ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. ഈ ക്ഷീര കർഷകൻ പറഞ്ഞു, സാറേ, എന്റെ കയ്യിൽ ഇത് തൂക്കം നോക്കുവാനുള്ള മെഷീൻ എന്റെ കയ്യിലില്ല, അല്ലെങ്കിൽ തൂക്കം നോക്കുവാനുള്ള തുലാസ് എന്റെ കയ്യിലില്ല. പിന്നെ നീ എങ്ങനെയാ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ബേക്കറിക്കാരന്റെ ഒരു ബ്രെഡ് അത് 1 കിലോ ആണ്. ഞാന് ആ 1 കിലോയുടെ ഇത് വെക്കും, ഇതിന്റെ ഈ കഷ്ണം വെക്കും, അത് അതിനുള്ള അളവ് ആണ് എന്ന് കരുതിയാണ് ഞാൻ കൊടുക്കുന്നത്. തുലാസുണ്ട്, പക്ഷെ കട്ടിയില്ല, 1 കിലോയുടെ കട്ടിയില്ല. നമുക്കറിയാലോ അതിന്റെ. അപ്പോ കട്ടിക്ക് പകരം വെക്കുന്നത് ഈ ബ്രെഡാണ്, ഇപ്പുറത്ത് വെക്കുന്നത് ചീസാണ്. ബ്രെഡിന്റെ തൂക്കമാണ് ചീസിന്. അപ്പോഴാണ് ജഡ്ജിക്ക് കാര്യം മനസ്സിലായത്. വർഷങ്ങളായി ഈ ബേക്കറിക്കാരൻ 1 കിലോ ബ്രെഡ് എന്നും പറഞ്ഞു കൊടുക്കുന്നത് 800-850 ഗ്രാം തൂക്കമാണ്. അതുകൊണ്ടാണ് ഈ ചീസിന് തൂക്കം കുറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സത്യം വിൽക്കുകയാണ്. അങ്ങനെ അനേകർ പണമുണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ്. സത്യസന്ധമായി നിൽക്കുവാൻ നമുക്കിടയായി തീരട്ടെ. സത്യം വിറ്റ് കിട്ടുന്ന ഒരു പ്രശസ്തിയോ സമയമോ ആരോഗ്യമോ ആനുകൂല്യങ്ങളോ അംഗീകാരമോ വേണ്ട എന്ന് വെക്കുവാൻ നമുക്കിടയായി തീരണം. അങ്ങനെ സത്യം വിറ്റ് കിട്ടുന്ന ഒരു ചില്ലുകാശ്, ഒരു മുട്ടുസൂര്യ പോലും എനിക്ക് വേണ്ട എന്ന് വെക്കുവാൻ നമുക്കിടയായി തീരട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. നമ്മുടെ മക്കൾ നമ്മളെ ആ രീതിയിൽ അനുകരിക്കുവാനായിട്ടിടയായി തീരും. നാം പറയുന്നതും നാം പ്രവർത്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ സത്യം നാം വിൽക്കുകയാണ്. നാം സഭയിലേക്ക് വരുമ്പോൾ വലിയ ഭക്തരാണ്, എന്നാൽ ഭവനത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? മക്കൾ അതാണ് കാണുന്നത്, നമ്മുടെ തലമുറ കാണുന്നത്, നമ്മുടെ അയൽവക്കക്കാർ കാണുന്നത്. നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നാം പഠിക്കുന്ന സ്കൂളിൽ, നാം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും നാം പറയുകയും ചെയ്യുന്നത് വേറെയുമാണെങ്കിൽ സത്യം നാം വിൽക്കുകയാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വസ്തുവിന് വില കൂടുന്നത് എപ്പോഴാണ്? ഒരു വസ്തുവിന്, ഏതെങ്കിലും ഒരു സാധനത്തിന് വില കൂടുന്നത് എപ്പോഴാണ്? അതിന്റെ ലഭ്യത കുറയുമ്പോൾ. ആവശ്യക്കാർ കൂടുന്നു, ലഭ്യത കുറയുന്നു. ലഭ്യത കുറയുമ്പോൾ അതിന്റെ വില കൂടും. സത്യം ലഭ്യത വളരെ കുറവാണ്. ഈ നാളുകളിൽ നിന്നല്ല, ലോകമുണ്ടായ കാലം മുതലേ അസത്യത്തിനാണ് ലഭ്യത കൂടുതലുള്ളത്. സത്യം വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് വലിയ വില കൊടുക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. ചവറും കല്ലും മണ്ണും ഒക്കെ വഴിയിൽ, റോട്ടിലൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അതിന് യാതൊരു വിലയുമില്ല. കാരണം എന്താണ്? അതിന് ധാരാളം അവൈലബിൾ ആണ്. സ്വർണം നമ്മൾ എവിടെയെങ്കിലും കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? കാണുവാനായിട്ട് കഴിയില്ല. കാരണം എന്താ? അതിന് വിലയുണ്ട്. അടുത്ത നിമിഷം അത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുവാനായിട്ടിടയായിത്തീരും. പ്രിയമുള്ളവരെ, അതിനേക്കാളൊക്കെ എത്രയോ വിലയുള്ളതാണ് നാം ഈ പറയുന്ന സത്യം. ദൈവം സത്യമാണ്, കർത്താവായ യേശു ക്രിസ്തു സത്യമാണ്, പരിശുദ്ധാത്മാവാം ദൈവം സത്യമാണ്, ആ വചനം, ദൈവവചനം സത്യമാണ്. ഇത്രയും വിലയുള്ള ഈ സത്യം നാം മുറുകെ പിടിക്കുവാൻ ഇടയായിത്തീരണം. ഇത് വിറ്റുകളയുവാൻ ഇടയായി തീരരുത്. ഈ വിലപ്പെട്ട സത്യം വിറ്റ് ഒരല്പം ചൂട് അഥവാ തീ കായാമെന്ന് കരുതിയ ഒരു വ്യക്തിയെ നമുക്കറിയാം. ആരാത്? പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ അനുഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശിഷ്യന്മാരിൽ പ്രധാനി എന്നാണ് അവനെ അറിയപ്പെടുന്നത്. കർത്താവിനോട് വലിയ വീരവാദ്യമൊക്കെ പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ മരിക്കുവാൻ തയ്യാറാണ്, വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ കാര്യത്തോട് അടുത്ത് വന്നപ്പോൾ, അന്ന് പറഞ്ഞപ്പോഴേ കർത്താവ് പറഞ്ഞു, നീ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. കർത്താവ് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ഒരു അവസ്ഥ വന്ന സമയത്ത് ഈ പത്രോസ് കർത്താവിൽ നിന്നും അകലം വിട്ട് പിൻചെല്ലുവാനിടയായി, സത്യത്തിൽ നിന്നും അകന്നു പോകുവാനായിട്ടിടയായി തീർന്നു.
മാത്രവുമല്ല ഈ സത്യത്തെ താൻ വിൽക്കുവാൻ ഇടയായിത്തീർന്നു. എപ്പോഴാണ് വിറ്റത്? അവിടെ 3 തവണ ഈ പത്രോസിനോട് യേശുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഇവനെ അറിയുന്നേയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ശരിക്കും വലിയ പ്രയാസം തോന്നും. ആ പറഞ്ഞത് താൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. പ്രാകുക എന്ന് പറഞ്ഞ എന്താർത്ഥം? പ്രാകുക ഈ മുടിഞ്ഞു പോട്ടെ, അവൻ മുടിഞ്ഞു പോട്ടെ, ഞാൻ അവനെ അറിയില്ല. മാത്രവുമല്ല ആണയിടുകയാണ്. ഞാൻ എന്റെ തലയെ തൊട്ട് പറയാം, അല്ലെങ്കിൽ എന്റെ മോനെ തൊട്ട് പറയാം. നമ്മളൊക്കെ അങ്ങനെ പറയാറില്ലേ പ്രിയമുള്ളവരെ? പത്രോസ് ഈ വിലയേറിയ കർത്താവിനെ കേവലം കുറച്ച് ചൂടിന് വേണ്ടി, അല്ലെങ്കിൽ അവന്റെ ജീവന് അപായമാകുമെന്ന് ഭയന്നിട്ട് അവൻ തീ കായുന്നിടത്ത് പോയിരുന്ന് താൻ പറയുകയാണ്, ഞാൻ ഇവനെ അറിയുകയില്ല. സത്യത്തെ വിറ്റുകളഞ്ഞതായിട്ട് കാണുന്നു. വിറ്റിട്ട് എന്ത് കിട്ടി പത്രോസിന്? ഒരല്പം ആ തീ കായുന്നിടത്ത് ചൂട് കൊള്ളുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉണ്മയായി സ്നേഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, കർത്താവിന്റെ ആ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്ന നിലയ്ക്ക് കർത്താവിനെ മുറുകെ പിടിക്കുവാൻ നമുക്കിടയായിത്തീരും. കർത്താവിനെ വിട്ട് ഒരു നന്മയും നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുവാൻ ഇടയായിത്തീരണം. എന്റെ കർത്താവിനെ വിറ്റിട്ട്, ഈ സത്യത്തെ വിറ്റിട്ട് എനിക്കൊരു ചില്ലിക്കാശ് വേണ്ട എന്ന് നാം തീരുമാനിക്കുവാൻ ഇടയായിത്തീരണം. അനന്യാസ് സഫീറയുടെ കാര്യം നമുക്കറിയാം അല്ലേ? അനന്യാസ് സഫീറ എന്താ ചെയ്തത്? അവരുടെ വസ്തു വിൽക്കുവാൻ ഇടയായി. വസ്തു വിറ്റ് മുഴുവനും ഇവിടെ കൊണ്ടുവരണമെന്നൊന്നും അപ്പോസ്റ്റലന്മാർ ഉണ്ടായിരുന്നില്ല. അന്നുള്ളവർ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇവരും വിചാരിച്ചു അവരെ പോലെ, എല്ലാവരെയും പോലെ തന്നെ ഞങ്ങളും മിടുക്കന്മാരാവാം. ഓക്കെ, വസ്തു വിറ്റു, അതിൽ കുറെ മാറ്റിവെച്ചിട്ട് കൊണ്ടുവന്നു. പത്രോസിന്റെ മുൻപിൽ ദൈവാത്മാവ് അവനത് വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്തു. ഈ സത്യം അവൻ വിറ്റ് അവന്റെ കയ്യിൽ പണം വെച്ചിരിക്കുകയാണ്. അവനോട് ചോദിക്കുകയാണ്, അനന്യാസേ, നീ ഇത്രയ്ക്കാണോ ഈ പണം വിറ്റത്? അവൻ വളരെ സത്യസന്ധനായി പറയാം, പിന്നെ ഇത് മുഴുവനും പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും അവിടെ ശിക്ഷ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ വസ്തു വിറ്റിട്ട് ലഭിക്കുന്ന ആ ചെറിയ പണം, അഥവാ ഈ സത്യം വിറ്റ് ലഭിക്കുന്ന ആ ചെറിയ ആനുകൂല്യം, അതിനുവേണ്ടി അവന്റെ ജീവൻ പണയം വെക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരരുത്. വരുന്ന നാളുകളിൽ അത് നാം സൂക്ഷിക്കുവാൻ ആവശ്യമുണ്ട്. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി നാം എത്രയോ പ്രാവശ്യം സത്യം വിറ്റ് തുലച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തെക്കുറിച്ച് ഒരു സത്യം ഞാൻ പറയാം. അതായത്, കള്ളം പറയുന്നവർക്ക് നല്ല ഓർമ്മശക്തി വേണം. കള്ളം പറയുന്നവർക്ക് നല്ല ഓർമ്മശക്തി വേണം. കാരണം അടുത്ത പ്രാവശ്യം ഇതേ കള്ളം തന്നെ ആവർത്തിച്ച് പറയണം. എന്നാൽ സത്യം പറയുന്നവർക്ക് അവന്റെ ഓർമ്മ നശിച്ചാലും ഒരു ബുദ്ധിമുട്ടുമില്ല. നാം സത്യം മാത്രമേ പറയുള്ളൂ എങ്കിൽ അൾഷിമേഴ്സ് വന്നാലും നമുക്ക് വിരോധമില്ല. കാരണം അൾഷിമേഴ്സ് വന്നാലും നമ്മൾ നുണ പറയുകയില്ല. സ്വതസിദ്ധമായി വരുന്ന ഒരു കാര്യമാണ്. നമ്മളവര് നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ കൂടുതലുണ്ടായിട്ട് നുണ പറയുവാനായിട്ടിരിക്കുകയല്ല വേണ്ടത്. സത്യം മുറുകെ പിടിക്കുന്നവരായി, സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. നാം മറവിയുള്ളവരായി മാറിയാലും ബുദ്ധിമുട്ടില്ല. സത്യം വിട്ട് ഒന്നും ചെയ്യുകയില്ല എന്ന് നമുക്ക് തീരുമാനിക്കുവാൻ ഇടയായി തീരട്ടെ. അസത്യം പറയുന്നവർ എപ്പോഴും ഒരു ബന്ധനത്തിലാണ്, ഒരു കെട്ടുപാടിലാണ് അവരായിരിക്കുന്നത്. അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. അവർ ആ
അസത്യം അവരെ ബന്ധിച്ചിരിക്കുകയാണ്. അവർക്ക് അതിൽ നിന്നൊരു സ്വാതന്ത്ര്യമില്ല. അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനോ ഒന്ന് സ്വസ്ഥമായി ജീവിക്കുവാനോ കഴിയുകയില്ല. അവർ ഒരു ബന്ധനത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നാം ആദ്യം വായിച്ച വാക്യത്തിൽ പറയുന്നത് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അറിഞ്ഞു. എന്തു സംഭവിച്ചു? പാപത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നും പാപത്തിന്റെ ഭാരത്തിൽ നിന്നും നമുക്ക് മോചിതരായി തീരുവാൻ, നാം ഇന്ന് സ്വാതന്ത്ര്യമുള്ളവരായി തീരുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. സത്യം നമ്മെ സ്വതന്ത്രരാക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നാം ഇന്ന് സ്വതന്ത്രരാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും അതുപോലെ തന്നെ പിശാചിന്റെ വലയത്തിൽ നിന്നൊക്കെയും മോചിതരായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തത് മുഖാന്തരം ഇടയായി തീർന്നു. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഇടയായി തീരുമാറാകട്ടെ. യേശു മാത്രമാണ് സത്യം എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീർന്നു. പീലാത്തോസ് ചോദിച്ചു, സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ പീലാത്തോസ് അവനോട്, യോഹന്നാന്റെ സുവിശേഷം 18:38, പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പീലാത്തോസിന് സത്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അവനൊരു ന്യായാധിപനാണ്. നമുക്കറിയാമല്ലോ, കാര്യങ്ങൾ വിവേചിച്ച് ന്യായമായി കാര്യങ്ങൾ ചെയ്യേണ്ടവനാണ് ആര്? ഒരു ന്യായാധിപൻ അഥവാ ഗവർണർ ആയിരിക്കുന്ന വ്യക്തി. എന്നാൽ അവൻ യേശുവിനോട് ചോദിക്കുകയാണ്, സത്യം എന്ന് പറഞ്ഞാൽ എന്താ? അവൻ അറിഞ്ഞുകൂടാ. നാം ഒന്നും ജഡ്ജിമാരല്ല. എന്നാൽ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ, കൃപയാൽ നമുക്കൊക്കെയും സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, സത്യം ആരാണെന്ന് മനസ്സിലാക്കുവാൻ, കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്കിടയായി തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ സത്യം വിറ്റ് നമുക്കൊന്നും നേടുവാനായിട്ട് ഇടയായി തീരരുത്. ക്രൂശിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ലോകത്തിന്റെ മുകളിൽ അഥവാ ആ കുന്നിന്റെ മുകളിൽ ഗൊൽഗോഥാ മലയിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിയും. സകല ലോകവും ഒരുപോലെ യേശുവിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇവനാണ് അസത്യം, അതുകൊണ്ടാണ് അവനെ ക്രൂശിക്കുന്നത്. സകല ലോകവും, അന്നുണ്ടായിരുന്ന സകല മനുഷ്യരും, ന്യായാധിപന്മാരും ശതാധിപന്മാരും പുരോഹിതന്മാരും എല്ലാവരും ഒരുപോലെ യേശുവിനോട് വിരൽ ചൂണ്ടിയിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ആ പടയാളികൾ എല്ലാവരും, യഹൂദന്മാരും റോമക്കാരും എല്ലാവരും ഒരുപോലെ പറയുകയാണ്, യേശു ചെയ്തത് ദോഷമാണ്, താൻ ചെയ്തത് കുറ്റമാണ്, അല്ലെങ്കിൽ താൻ ശിക്ഷിക്കപ്പെടുവാൻ യോഗ്യനാണ്, താൻ തന്നെത്താൻ ദൈവമാക്കി എന്നാണ് അവന്റെ മേലുള്ള പ്രധാന ആരോപണം. എന്നാൽ വാസ്തവത്തിൽ ആ ചിത്രത്തിൽ നമുക്കൊരു കാര്യം ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒരേ ഒരാൾ മാത്രമേ സത്യമുള്ളൂ. ബാക്കി പറയുന്ന എല്ലാവരും ഒരുപോലെ ദോഷം ചെയ്തവരാണ്, അല്ലെങ്കിൽ കള്ളം ചെയ്തവരാണ്. അവർ പറയുന്നതാണ് കളവ്. കർത്താവായ യേശു ക്രിസ്തു മാത്രമേ സത്യമായിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, നാം അടക്കമുള്ള നാം ഓരോരുത്തരുമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ടിടയായി തീർന്നത്. എന്റെ പാപമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പാപമാണ് എന്ന് പറഞ്ഞാൽ, ഞാനാണ് ആ കളവ് ചെയ്തത്, അല്ലെങ്കിൽ ദോഷപ്രവൃത്തി ചെയ്തത്, ഞാനാണ് ദുഷ്ടത പ്രവർത്തിച്ചത്, എന്റെ ഹൃദയത്തിലാണ് ദുഷ്ചിന്തയുണ്ടായത്, എന്റെ കരങ്ങളാണ് ദുഷ്പ്രവൃത്തി ചെയ്തത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തനിക്ക് മാത്രമേ അറിയൂ, താൻ മാത്രമാണ് സത്യം, ബാക്കി ആർക്കും അറിഞ്ഞുകൂടാ. ബാക്കി എല്ലാവരും ഒരുപോലെ കർത്താവിനെ കുറ്റപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ടും കർത്താവ് ഒരു വാക്ക് പോലും അതിനെതിരെ പറഞ്ഞില്ല. പറഞ്ഞെന്താ? ഇവരറിയായ്മയാൽ ചെയ്യുകയാണ്, ഇവർക്ക് അറിവില്ലാത്തതുകൊണ്ട് ചെയ്യുകയാണ്, ഇവരോട് ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ആ സ്നേഹം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കർത്താവിനെ വിറ്റ് നമുക്ക് ജീവിക്കുവാനായിട്ട് ഇടയായി തീരരുത്. നമ്മുടെ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ കർത്താവെന്ന ഈ സത്യത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഇടയായി തീരണം. സത്യം നമ്മെ സ്വതന്ത്രരാക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് 2-3 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, 1 യോഹന്നാൻ എഴുതി 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. അവനിൽ പാപമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമില്ല.
യോഹന്നാൻ അത് വിളിച്ചു പറയുകയാണ്. വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവനെ അവൻ നമുക്ക് വേണ്ടി ദൈവത്തിന് നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി അവനെ പാപമാക്കി. കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമില്ലായിരുന്നു. അവനിൽ പാപമില്ല. ഇവിടെ നാം വായിക്കുന്നത് പാപമറിയാത്തവനാണ് അവൻ. ഒന്നും കൂടെ വായിക്കാം. 1 പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സത്യമായവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് സത്യമായവൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ കർത്താവ് തന്നിൽ പാപമില്ല. അവനിൽ പാപമില്ല. അവൻ പാപം അറിയാത്തവനാണ്. അവൻ പാപം ചെയ്തിട്ടില്ല. എന്നിട്ടും താൻ ക്രൂശിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. എന്നിട്ടും താൻ ശിക്ഷിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. കാരണം എന്താണെന്നറിയാമോ? കർത്താവിന്റെ പാപമല്ല കർത്താവിനെ ക്രൂശിലേറ്റിയത്. നമ്മുടെ ഓരോരുത്തരുടെയും, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും എന്റെ പാപത്തിനു വേണ്ടി, നിങ്ങളുടെ പാപത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുവാനായിട്ടിടയായി തീർന്നു. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. സത്യമായവൻ ക്രൂശിൽ അവിടെ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ മറ്റു മനുഷ്യരോ, അവരെല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ, റോമർ 3:23 ഇങ്ങനെ വായിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. ശ്രദ്ധിക്കണമേ, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ലോകത്തിൽ ഞാനും നിങ്ങളും എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനം തന്നെ 3:10 ഇങ്ങനെ വായിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പ്രിയമുള്ളവരെ, ഈ എല്ലാവരും ചേർന്നാണ് ആരെ ക്രൂശിച്ചത്? സത്യത്തെ ക്രൂശിച്ചത്. ഒരുത്തൻ പോലുമില്ല. നമുക്കറിയാം, കർത്താവിന്റെ അടുക്കൽ ഒരു പാപിനിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. ആ സ്ത്രീയുടെ ചുറ്റും വലിയൊരു പുരുഷാരം കല്ലുകളുമായിട്ട് നിൽക്കുകയാണ്. ഗുരു, ഇവൾ മോശമായ പ്രവൃത്തിക്ക് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഗുരുവിന്റെ അടുക്കൽ വന്നു. ഗുരു അതൊന്നും വകവെച്ചില്ല, ശ്രദ്ധിക്കുന്നില്ല. താൻ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അവർ പറഞ്ഞു, ഇതിനൊരു തീർപ്പുണ്ടാക്കണം. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. നിങ്ങൾ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വലിയവരും ചെറിയവരും ഉണ്ടായിരുന്നു. ഓരോരുത്തരായി അവർ മടങ്ങിപ്പോയി. കർത്താവും ഈ പാപിനിയായ സ്ത്രീയും മാത്രം അവിടെ മധ്യത്തിൽ ഉണ്ടാകുവാനിടയായി. കർത്താവ് പറഞ്ഞു, മകളെ, ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലയോ? അവൾ പറഞ്ഞു, ഇല്ല. എന്നാൽ ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. നീ സമാധാനത്തോടെ പോക, ഇനി പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, പാപം ഇല്ലാത്തവനായ, പാപം അറിയാത്തവനായ, പാപം ചെയ്തിട്ടില്ലാത്തവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഈ ലോകത്തിൽ വന്നിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് നാം ദൈവമക്കളാകുന്നതിന് മുൻപ് ഉള്ള അവസ്ഥയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുന്നത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം ഞാനതോട് ചേർത്ത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാകുന്നു എന്ന് നാം അവിടെ വായിക്കും. പിശാച് എന്ന പിതാവിന്റെ മക്കളായിരുന്നു നാം. നമ്മുടെ പൂർവ്വസ്ഥിതി അതായിരുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ഇവിടെ നാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്നും പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. പിശാച് എന്ന പിതാവിനെ കുറിച്ച് പറയുന്നത്,
അവനിൽ സത്യമില്ലായ്ക കൊണ്ട്. പിശാചിൽ സത്യമില്ല. നമ്മുടെ കർത്താവിനെ കുറിച്ച് 1 യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ അസത്യം ഒട്ടുമില്ലാത്തവനാണ് നമ്മുടെ ദൈവം കർത്താവ്. എന്നാൽ പിശാചിനെ കുറിച്ച് പറയുന്നത്, അവനിൽ വെളിച്ചം ഒട്ടുമില്ല, അഥവാ അവനിൽ സത്യം ഒട്ടുമില്ല എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, അവൻ ബോഷ്ക് പറയുന്നവനാണ്. ബോഷ്ക് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവൻ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. നമുക്കറിയാം, നാം നോക്കിയാൽ കള്ളം പറയുന്നവരുടെ കാര്യമൊക്കെ നോക്കിയാൽ ഏകദേശം ഈ ഇവിടുത്തെ പിശാചിന്റെ സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ കയ്യിൽ നിന്നിട്ട് പറയും. നമുക്കറിയാം, കയ്യിൽ നിന്നിട്ട് പറയാന്ന് പറയുമല്ലോ. അവർക്ക് വായിൽ തോന്നുന്നു പറയും, അവർക്ക് തോന്നുന്നു അപ്പോൾ തോന്നുന്നു പറയുകയാണ്. ബോഷ്ക് അഥവാ നുണ പറയുമ്പോൾ അവർക്ക് തോന്നിയത് അവർ വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, പിശാചിനെ സംബന്ധിച്ചിടത്തോളമുള്ള യോഗ്യതയാണ് അവിടെ കണ്ടത്. അവന്റെ മക്കളായിട്ട് നാം ഇന്നും ആയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാം ഇന്നും സത്യം പറയാതെ ബോഷ്ക് പറയുകയും കള്ളം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ പിതാവ് ഇപ്പോഴും പിശാച് തന്നെയാണ്. സത്യത്തിന് വേണ്ടി നാം നിലനിൽക്കുന്നുവെങ്കിൽ ബോഷ്ക് പറയുവാനായിട്ട് നമുക്കിടയായി തീരുകയില്ല, കള്ളം പറയുവാനായിട്ട് ഇടയായി തീരുകയില്ല. ഈ കള്ളം പറയുന്നവൻ, അവനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ ബോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു എന്ന് പറഞ്ഞാൽ ബോഷ്ക് ജനിപ്പിക്കുന്നവനാണ് ഈ പിശാച് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള എല്ലാവരും ചേർന്നാണ് ഈ നീതിമാനായ സത്യമായ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ, ശിക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അവരെല്ലാവരും ചുറ്റും നിന്ന് പറയുകയാണ്, യേശു ശിക്ഷ അർഹിക്കുന്നവനാണ്, ഞങ്ങളെല്ലാവരും വളരെ നീതിമാന്മാരാണ്. പ്രിയമുള്ളവരെ, എന്നാൽ വാസ്തവം കർത്താവിന് മാത്രമേ അറിയൂ. അന്ന് കർത്താവ്, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മളാണ് ആ കർത്താവിന്റെ ആ സ്ഥാനത്ത് ക്രൂശിൽ കിടന്ന് ഇങ്ങനെ ചുറ്റും നോക്കുന്നത് എന്ന് വിചാരിക്കുക. അയ്യോ, ഞാൻ മാത്രമേ ഉള്ളൂ, എന്നിട്ട് ഇവരെല്ലാം കള്ളം പ്രവർത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ അനീതി പ്രവർത്തിക്കുന്നവരാണ്. എന്നിട്ടും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആ ശിക്ഷ ഏറ്റുവാങ്ങി. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, സകലവും അറിഞ്ഞിട്ട് നമ്മുടെ പൂർവസ്ഥിതി, നമ്മുടെ ഉള്ള അവസ്ഥ, ഇന്നത്തെ അവസ്ഥ, നാളത്തെ അവസ്ഥ പൂർണ്ണമായും അറിഞ്ഞുകൊണ്ട് നമ്മെ മുഴുവനായി സ്നേഹിച്ച നമ്മുടെ അരുമനാഥനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ അത്രമാത്രം സ്നേഹിക്കുവാനായിട്ടിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, വരുന്ന നാളുകളിൽ കർത്താവിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ നമുക്കിടയായി തീരട്ടെ. എന്റെ വാക്കുകൾ നിർത്തുന്നതിന് മുൻപ് 1-2 വാക്യങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഞാൻ ഇരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. 3 യോഹന്നാൻ 3-ാം ലേഖനം, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ നാം വായിക്കുന്നത്, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ. പ്രിയമുള്ളവരെ, എന്റെ മക്കൾ എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും, കർത്താവായ യേശുക്രിസ്തുവിന്റെ മക്കൾ എന്ന് പറയുന്ന നാം ഓരോരുത്തരും സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം കർത്താവിന് വേറെയില്ല. യോഹന്നാൻ അത് പറയുമ്പോൾ തന്റെ ആ സമയത്തുള്ള അവിടെയുള്ള മക്കൾ എന്ന് വേണമെങ്കിൽ അതിന് ചേർത്ത് പറയാൻ കഴിയും. എന്നാൽ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, എന്റെ മക്കൾ, അഥവാ ഞാൻ എന്റെ ചങ്കിലെ ചോര കൊടുത്ത് വീണ്ടെടുത്ത എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. എന്നാൽ അതിന്റെ മറുവശം എന്താണ്? ഞാൻ ചങ്കിലെ ചോര കൊടുത്ത് വീണ്ടെടുത്ത എന്റെ മകൻ, അവൻ കള്ളത്തരം ചെയ്യുമ്പോൾ, അസത്യം ചെയ്യുമ്പോൾ, ബോഷ്ക് പറയുമ്പോൾ അത്രമാത്രം സന്തോഷിച്ച അതേ ഹൃദയം അതുപോലെ ദുഃഖിക്കുവാനായിട്ടിടയായിത്തീരും. പ്രിയമുള്ളവരെ, നാം എത്രമാത്രം ഗൗരവത്തോടെ ആ കാര്യങ്ങൾ ചിന്തിക്കണം എന്നുള്ളത് എനിക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം, യോഹന്നാന്റെ 1-ാം ലേഖനം, അവിടെ ഒരു പ്രത്യേകമായ ഒരു കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കാം എന്നാഗ്രഹിക്കുകയാണ്. അവിടെ സത്യത്തോടുള്ള ബന്ധത്തിൽ ആ പുസ്തകം, ഈ യോഹന്നാന്റെ 1-ാം ലേഖനം എന്ന് പറയുന്നത് സത്യത്തെ ഒരുപാട് പറയുന്ന ഒരു ലേഖനമാണ്. അവിടെ
അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ഭോഷ്ക് പറയുന്നു എന്ന് മാത്രമല്ല, സത്യം പ്രവർത്തിക്കുന്നുമില്ല. ആ ദൈവമകന്റെ പതനം ഞാൻ ചൂണ്ടിക്കാണിച്ച് എന്റെ വാക്കുകൾ നിന്ന് വിരമിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നാം പറയുന്നത്, അവിടെ വായിക്കുന്നത് സത്യം പ്രവർത്തിക്കുന്നതുമില്ല എന്നാണ് നാം അവിടെ വായിച്ചത്. വീണ്ടും 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നാം അവിടെ നേരത്തെ വായിച്ചത് എന്താണ്? സത്യമുണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്നില്ല. അതാണ് ആ 6-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നത്, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ഇവിടെ 8-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്, സത്യം നമ്മിൽ ഇല്ലാതെയായി. അതിനേക്കാൾ വലിയ അപകടകരമായ കാര്യം അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ 10-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. ഒരു ദൈവ പൈതൽ അസത്യത്തിലേക്ക് പോയാൽ, പാപത്തിലേക്ക് പോയാൽ പടിപടിയായിട്ടുള്ള പതനം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അവനിൽ സത്യമുണ്ടായിരുന്നു, എന്നാൽ അവൻ സത്യം പ്രവർത്തിച്ചില്ല. അതാണ് 6-ാം വാക്യത്തിൽ നാം വായിച്ചത്. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനിൽ സത്യം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നു. അതിനേക്കാൾ വലിയ അപകടകരമായ കാര്യമാണ് 10-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, അവനെ യേശുവിനെ അസത്യവാദിയാക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതൊരിക്കലും സംഭവിക്കുവാനായിട്ടിടയായി തീരരുത്. നാം കർത്താവിനെ ഉണ്മയായി സ്നേഹിക്കുവാൻ, സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാൻ, സത്യം വിറ്റ് എനിക്ക് ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുവാൻ നമുക്കിടയായി തീരണം. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ അവസാന പോയിന്റിൽ അവസാനത്തെ ഒരു വാക്യമുണ്ട്: സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും അടുത്തത് സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാൻ സകല മനുഷ്യരും രക്ഷപ്രാപിക്കണമെന്ന് മാത്രമല്ല, അവർ സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനായിട്ട് ഇടയായിത്തീരണം. മറ്റുള്ളവർ സത്യത്തെ എങ്ങനെയാണ് ഇന്ന് അറിയുവാനായിട്ട് കഴിയുന്നത്? നാം ഓരോരുത്തരിലൂടെയാണ്. എന്നെ കാണുന്നവർ ഈ കർത്താവായ സത്യത്തെ കാണുവാനായിട്ട് ഇടയായിത്തീരണം. എന്നെ കാണുന്നവർ നമ്മുടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു എന്ന സത്യത്തെ അവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. നാം സത്യം പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, സത്യം നമ്മിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പല രംഗങ്ങളിലും നാം കർത്താവിനെ അസത്യവാദിയാക്കുന്ന അവസ്ഥ കാണുവാനായിട്ട് കഴിയും. വരും ദിവസങ്ങളിൽ നമുക്കൊന്ന് ചിന്തിക്കാം. നാം ഈ സത്യത്തെ അറിഞ്ഞവരല്ലേ? എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ സത്യം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, സത്യം ഒന്നേ ഉള്ളൂ, സത്യത്തിന് വേറെ വേറെ എന്ന് പറയുവാനായിട്ട് കഴിയില്ല. സത്യം ഒന്നേ ഉള്ളൂ, അതും സത്യം ഇതും സത്യം എന്ന് പറയുവാനായിട്ട് കഴിയില്ല. കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് സത്യം എന്ന് കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക്, ഈ ലോകത്തിലേക്കുള്ള വരവിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പാപത്തിലായിരുന്ന എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ, നമ്മെ ഓരോരുത്തരെയും പാപത്തിന്റെ പടുകുഴിയിൽ നിന്നും കരയേറ്റുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ സത്യം അവിടെ ക്രൂശിക്കപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. പക്ഷേ നമുക്ക് സന്തോഷിക്കുവാൻ വകയുള്ളത് എന്താണെന്ന് അറിയാമോ? സത്യത്തെ കുറ്റപ്പെടുത്തുവാൻ നമുക്ക് കഴിയും, സത്യത്തെ നമുക്ക് അടിക്കുവാനായിട്ട് കഴിയും, സത്യത്തെ നമുക്ക് തലയിൽ മുൾക്കിരീടം വെക്കുവാനായിട്ട് കഴിയും, സത്യത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുവാനായിട്ട് കഴിയും, സത്യത്തിന്റെ കൈകൾ ആണികൾ വെച്ചടിക്കുവാനായിട്ട് കഴിയും, സത്യത്തെ കൊല്ലുവാനായിട്ട് കഴിയും. എന്നാൽ ഈ സത്യം എന്നും അടഞ്ഞിരിക്കുവാനായിട്ട് പോകുന്നില്ല. മൂന്നാം നാൾ ജയാളിയായിട്ട് ഉയർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. സത്യം എന്നും ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവായ യേശുക്രിസ്തുവിനെ അനേകർ നിന്ദിക്കുവാൻ, പരിഹസിക്കുവാൻ, ക്രൂശിക്കുവാൻ, കൊല്ലുവാൻ, അടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ മൂന്നാം നാൾ ജയാളിയായി കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുകയാണ്, ഇനിയും താൻ മടങ്ങി വരുമെന്ന് പ്രഖ്യാപിച്ച് കടന്നുപോയിരിക്കുന്നവനാണ്. ഈ കർത്താവിനെ ആണ് നാം പിൻപറ്റുന്നത്.
ഈ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് സത്യമാണ്, എന്റെ രക്ഷകനാണ് കർത്താവ് എന്ന് പറയുവാൻ നമുക്കിടയായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഈ വലിയ നന്മയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ നമുക്കിടയായി തീരട്ടെ. ഈ നാളുകളിൽ ഇവിടെ ഈ സഭ മുഖാന്തരം ഈ പ്രദേശത്ത് അനേകർ കർത്താവിനെ കാണുവാൻ, സത്യം അറിയുവാനായിട്ട് ഇടയായി തീരട്ടെ. സത്യത്തെ മൂടിവെക്കുവാനല്ല, സത്യത്തെ തുറന്നു കാട്ടുവാൻ, സത്യത്തെ പ്രഖ്യാപിക്കുവാൻ, സത്യമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ, വിജയകരമായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകിയ ഈ സഭയോടുള്ള നന്ദിയും ദൈവദാസനോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. വരും ദിവസങ്ങളിലും സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ, സത്യം വിറ്റ് കിട്ടുന്ന ഒരു ചില്ലിക്കാശ് എനിക്ക് വേണ്ട, സത്യം വിറ്റ് കിട്ടുന്ന ഒരു മുട്ടുസോജി പോലും ഞാൻ സമ്പാദിക്കുകയില്ല എന്ന് തീരുമാനിക്കുവാൻ നമുക്കിടയായി തീരണം. സക്കായി സത്യമറിഞ്ഞപ്പോൾ സക്കായി എന്ത് ചെയ്തു? അവന്റെ വസ്തുവകളൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കളവായി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് തിരികെ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതാണ് സത്യത്തെ കണ്ടാലുള്ള ഗുണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സത്യം അറിഞ്ഞു ജീവിക്കുവാൻ, സത്യത്തിന് വേണ്ടി വില കൊടുക്കുവാൻ, സത്യം വലിയ വിലയുള്ളതാണ്. നാം ഇത് വിറ്റ് തുലയ്ക്കുവാനിടയായി തീരരുത്, ഇത് വാങ്ങി കൂട്ടിവെക്കുവാൻ. കാരണം ഇത് അങ്ങനെ സുലഭമായിട്ടുള്ള കാര്യമല്ല. സത്യം വാങ്ങിക്കൂട്ടുവാൻ, നമ്മിലുള്ള സത്യം ഒരു കഴിഞ്ച് പോലും, ഒരു 100 ഗ്രാം പോലും വിറ്റ് ജീവിക്കുവാൻ ഇടയായി തീരരുത്. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ നാളുകളിൽ ഇടയായി തീരട്ടെ. നാം അസത്യം പ്രവർത്തിക്കുമ്പോൾ നാം പിശാചെന്ന പിതാവിന്റെ മകനാണെന്ന് ലോകം അറിയുവാനായിട്ട് ഇടയായി തീരട്ടെ. നാം സത്യത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യത്തെ മറ്റുള്ളവർക്ക് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ഇടയായി തീരും. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.